ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വള്ളിച്ചുണ്ട ഇട്ടിട്ടുണ്ട്. വള്ളിച്ചുണ്ട ഇട്ടതെന്ന് പറഞ്ഞാൽ ആറിനക്കരയ്ക്കര ക്രോസ് ചെയ്യല്ലായിരുന്നു, സൈഡിൽ കൂടെ നമ്മൾ പൊക്കി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ പൊക്കി കെട്ടുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല, നല്ല മഴയായിരുന്നു. ഇപ്പം നമ്മൾ അതൊന്ന് നോക്കാൻ പോവുകയാണ്. തീറ്റയൊക്കെ കോർത്തിട്ടിരിക്കുകയാണ്. തീറ്റ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അത് ചത്തു പോയിട്ടുണ്ടെങ്കിൽ അത് മാറി കുത്തുക, വളമെല്ലാം വെട്ടിട്ടുണ്ട് അത് എടുക്കണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇന്ന് നോക്കാം വളമെല്ലാം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ മേല. നമ്മൾ കൊതുകുതിരി കത്തിച്ചിട്ടുണ്ട്, ടോർച്ചുണ്ട്. ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പം നമ്മുടെ വാള ഉണ്ടെങ്കിൽ കോരി എടുക്കാനുള്ള വട്ടോല എടുക്കണം, കയറെടുക്കണം, പോയ തീറ്റി മാറാനുള്ള തീറ്റി എടുക്കണം. വാ നമുക്ക് പോവാം. നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വട്ടോലയുണ്ട്, കയറുണ്ട്, പിന്നെ തീറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് മാറുക. നമുക്ക് അതിൻ്റെ പാറ്റലും എടുത്ത് വെക്കാം. നമുക്ക് കുറച്ച് കിഴക്കോട്ട് മാറിയാണ് നമ്മൾ ചൂണ്ട കെട്ടിയിരിക്കുന്നത്. നമ്മുടെ വാതിക്കൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങേ അറ്റത്തു നിന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇപ്പം വരെ മഴയായിരുന്നു, ഇപ്പം സ്വല്പം മാറി നിൽക്കുകയാണ് മഴ. ഇനി മഴ പെയ്യുന്നതിന് മുമ്പേ നമുക്ക് പരിപാടികൾ തീർക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചൂണ്ട കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നോക്കാം, പരല് കൂട്ടുണ്ടേ മാറി കുത്താനുള്ള പരലുമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കട്ടെ. പുറത്താണ് വള്ളം കയറിയിരിക്കുന്നത്. ചൂണ്ടയുടെ പുറത്ത് വള്ളം കയറിയത് കൊണ്ടാണ് നമുക്ക് കാണാൻ മേലാകുന്നത്. നമുക്കിങ്ങനെ പിടിച്ചങ്ങോട്ട് നോക്കാം. പോയിരിക്കുന്ന തീറ്റി, ആ തീറ്റി ജീവനുണ്ട്, ഇതുകൊണ്ടോ. ഈ തീറ്റിക്കും ജീവനുണ്ട്. ഈ പൊങ്ങിക്കിടക്കുന്ന ഒഴുക്കുമായതുകൊണ്ട് കയറെ ഈ ചൂണ്ട ചുറ്റി കിടക്കുക, നല്ല ജീവനോടെ കിടക്കുക. മഴ വരുന്നുണ്ട്, ഇവിടുത്തെ തീറ്റി പോയിട്ടുണ്ട്. നമുക്ക് തീറ്റി കുത്താം. ഒഴുക്കിന് വല്ല ചപ്പുമൊക്കെ വന്ന് പിടിക്കുമ്പോഴായി തീറ്റി പോകുന്നത്. പോള വന്ന് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ പോള പിടിക്കുന്നതാണ് നമ്മുടെ പരല് പോകുന്നത്. വെള്ളിയുടെ നനങ്ങുന്നുണ്ടോ? ഇതേ വാളയുണ്ട്, വേണ്ടതേ ഉണ്ടോ? കൂടുതൽ സമയം നമ്മൾ ഞാൻ വെക്കുന്നില്ല. വെള്ളം അങ്ങ് പോവുക. നമുക്കങ്ങനെ ആദ്യത്തെ ഒരു വാള കിട്ടി, നമുക്ക് കെട്ടിയിടാം. നമുക്ക് ഒരു വാള കിട്ടി. കടവായിക്കല്ല പുറത്തത്.
ചൂണ്ട കടിച്ചു പിടിച്ചു. ഒരു നമുക്ക് കെട്ടിയിടാം. ഉടക്കുക. ഇത് തീറ്റി കോർക്കും. അവിടെ വേണ്ട ഒരു വാള വെട്ടി കയറ് ഇവിടെ പിടിച്ചല്ലോ. ഇവിടെ തീറ്റിയൊന്ന് മാറിക്കുത്താം. വെള്ളം ഒഴുക്ക് കാരണം വട്ടമായി പോകുന്നു. എവിടാണ് ഉണ്ടോ ഇവിടുത്തെ വാളയാണ്. അത് ഒരു പരീക്ഷണം വേണ്ട. ഞാൻ വിചാരിച്ചത് അത്ര നല്ല എന്നാലും തിരക്കേടില്ലാത്ത വാളയാണ്. വേണ്ട കിട്ടിയില്ല. വേണ്ട നമുക്ക് 2 വാളയായി. പിന്നെ നമുക്ക് കെട്ടിയിടാം. മഴ അരച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. തീറ്റ കുത്തിയില്ല. തീറ്റ കുത്തട്ടെ. മഴ വരുന്നതിന് മുമ്പേ നമുക്ക് തീറ്റ കോർത്ത് ഇടണം. നമ്മൾ ഇപ്പം ഇത്രയും രാത്രിയായി നമ്മൾ വീഡിയോ എടുക്കുമ്പം വെട്ടത്തിൻ്റെ വിഷയങ്ങളുണ്ടാകും. ഇത് നല്ല ജീവനോടെ നല്ലപോലെ ഓടുന്നുണ്ട്. കൊതുകരി കത്തിച്ച് വെച്ചിട്ടും കൊതുകരി കെട്ടിപ്പോയി. അതാണ് കൊതുക് വന്നത്.
എപ്പോഴും നമ്മൾ പ്ലെയർ എടുക്കണമെന്നൊക്കെ വിചാരിക്കും. നമ്മളങ്ങനെ പ്ലെയറും കൊണ്ട് പോയി ശീലിച്ചിട്ടില്ല, അതാണ് എപ്പോഴും ഇത് മറന്നു പോകുന്നത്. മിക്കവാറും നമ്മൾ മഴ നനയുന്ന ലക്ഷണമുണ്ട്, മഴ ഇരച്ചു വരുന്നുണ്ട്. ഇത് നമുക്ക് എളുപ്പം കെട്ടിയിടാം. നമ്മുടെ വീടിൻ്റെ വാഴക്കലാണ് ഇത്. അപ്പം അങ്ങോട്ട് അടുപ്പിച്ചാൽ നമുക്ക് മഴ നനയാതെ ഇരിക്കാം. ഓ, അത് കിട്ടുന്നുമില്ല. നമുക്ക് ഇതിൻ്റെ തീറ്റ കുത്തിയിട്ട് നമുക്ക് ആ മഴ പോയിട്ട് നോക്കാം. നല്ല മഴയാണ്, ഇരച്ചു വരികയാണ്. വീണ്ടും നമുക്ക് ചൂണ്ട നോക്കാം. മഴ ഇരച്ചു വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നില്ല, നമ്മളെ പേടിപ്പിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് വീണ്ടും നോക്കാം. നമ്മൾ വീണ്ടും വെള്ളിയുടെ അടുത്ത് വന്നു. അത് ജീവനുണ്ട്. ഒത്തിരി മീൻ ചാടി വീഴുന്നുണ്ട് അല്ലേ? മീനും ജീവനില്ലായിരുന്നു, ചെറിയ ജീവനേ ഉള്ളൂ. അല്ലേ, ചൂണ്ട തീർന്ന് ജലം തീറ്റി പോയിരിക്കുകയാണ്. ലാസ്റ്റ് ചൂണ്ടയാണ്. കിട്ടി. നമ്മുടെ ലാസ്റ്റ് ചൂണ്ട. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ചെന്നിട്ട് വാള നമുക്ക് സൈഡിൽ കെട്ടിയിടണം. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ ചൂണ്ട നോക്കുന്നത് നേരം വെളുത്ത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിൽ കടലിൽ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ വാള കെട്ടിയിടാം. ഇത് ഒരെണ്ണത്തിന് ഈ ടയറെ കെട്ടാം. രണ്ടെണ്ണം അപ്പുറത്തെ ഒരു കുറ്റിയിലും ഒരു ടയറിലും കൂടെ കെട്ടാം. വേണ്ട, ഇത് ഇനി രണ്ടെണ്ണം ഉണ്ട്, പുറത്ത് കിട്ടാം. നമുക്ക് ഈ കുറ്റിയെ കെട്ടാം. കുറ്റി അത്ര ബലമൊന്നുമല്ല, എന്നാലും കെട്ടി. എന്നാ കാത്തു? എന്നാ വന്ന്? കാത്തു എന്നാ? ഇത് നമുക്ക് ഇതാ കെട്ടാം. നമ്മളിവിടെ കെട്ടി. ഇനി അപ്പുറത്ത് കുറ്റിയുണ്ട്, അത് കെട്ടാം. ഇത് നമ്മളിത് ഇവിടെ കെട്ടാം.
കയറ് ഉണ്ട്, ആ കയറിലാകട്ടെ നമ്മൾ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വള്ളിച്ചൂണ്ട പൊക്കി കെട്ടിയത് നമ്മൾ വൈകിട്ടത് നോക്കി 3 വാള കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ നോക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെ ചൂണ്ട വൈകിട്ട് നോക്കി നമുക്ക് 3 വാള കിട്ടി. അപ്പോൾ വീഡിയോയ്ക്ക് നല്ല ലെങ്തായി. ഇനി നമ്മൾ ഈ വീഡിയോ ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇപ്പം രാവിലെ നമ്മൾ ചൂണ്ട വലിക്കുമ്പം വാള ഉണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.